നമ്മുടെ S3 മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ പേപ്പറിൽ നമുക്ക് മൊഡ്യൂൾ 1 മെയിൻ ആയിട്ട് നോക്കേണ്ട ഇത്രയും ടോപ്പിക്സ് ആണ്. ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ദെൻ ഹൂക്സ് ലോ, ദെൻ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇത്രയും ടോപ്പിക്സ് തിയററ്റിക്കൽ ടോപ്പിക്സ് ആണ്. നമ്മൾ ഫസ്റ്റ് ഒരു ഇതിൻ്റെ തിയററ്റിക്കൽ കൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ ഈ ടോപ്പിക്സ് എല്ലാം അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. ദെൻ നമുക്ക് നോക്കേണ്ട 2 ടോപ്പിക്സ് ആണ് ആക്സിയലി ലോഡഡ് ബാർസ് വിത്ത് വേരിയിങ് ക്രോസ് സെക്ഷനും വേരിയിങ് ആക്സിയൽ ലോഡ്സും. ഈ 2 ടോപ്പിക്സിൽ നിന്നാണ് നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കുന്നെങ്കിലും ഈ 2 പാർട്ടിൽ നിന്നായിരിക്കും ഓർ ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇത് 2 നമുക്ക് പ്രോബ്ലംസ് ഉൾപ്പെടെ ചെയ്യാം. ബാക്കി ഇത്രയും തിയറി എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്ന ടേമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സിൻ്റെ നമ്മുടെ മോസിലെ റെപ്രസെൻറ്റേഷൻ സിഗ്മ എന്നാണ്. സോ വാട്ട് എക്സാക്ട്ലി ഈ സ്ട്രെസ്? സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന എല്ലാത്തിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ മെക്കാനിക്സിൽ നോക്കി ഇതിന് മുന്നേ നിങ്ങൾ ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു ടേം ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടേമിനായിരുന്നു. ബട്ട് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കും തോറും നമുക്ക് ഈ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ടേമിന് ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ട് സ്ട്രെസ്സാണ് നമ്മളിനി എല്ലായിടത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാൻ പോകുന്ന ഒരു ടേം. സോ എന്താണ് സ്ട്രെസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നു, ഇതിൽ നമ്മൾ ഒരു പാർട്ടിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഒരു പെന്നിൽ ഞാൻ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുത്തു. ഇത് അത്രയും ഫോഴ്സ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ബെൻഡായി അവിടെ ഫെയിലായി പോകാൻ ചാൻസ് ഉണ്ട്. അതേ ഫോഴ്സ് ഞാൻ ഈ ഒരു സർഫസിൽ കൊടുക്കുന്നു. ബട്ട് ഇത്രയും ലാർജ് ഏരിയ ഉള്ളത് കൊണ്ട് ആ ഫോഴ്സിന് അവിടെ ഒരു വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല. ചിലപ്പോൾ ഞാൻ ഗ്രൗണ്ടിൽ അതേ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഗ്രൗണ്ടിൽ അതിൻ്റെ ഒരു ഫീലിംഗ് പോലും ഉണ്ടാകത്തില്ല. സോ ഫോഴ്സിനല്ല ഇമ്പോർട്ടൻസ്, ആ ഫോഴ്സ് ഏത് പ്ലെയിനിൽ എത്ര ഏരിയ ഉള്ള സ്ഥലത്ത് ആക്ട് ചെയ്യുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ്. സോ അതിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഒരു ചെറിയ യൂണിറ്റ് ഏരിയയിൽ എത്ര എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ആ സ്ട്രെസ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചെറിയൊരു പോയിന്റിൽ ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് വളരെ വലുതായിരിക്കും. ആ സ്ട്രെസ്സ് കാരണം അത് ഫെയിലായി പോകാൻ ചാൻസ് ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഫോഴ്സ് ആസ് സച്ച് നമുക്കൊന്നും കൺവേ ചെയ്യില്ല. പക്ഷേ സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് എന്ത് പറഞ്ഞു തരാൻ പറ്റും? അത് എത്രത്തോളം വലിയ ഫോഴ്സ് ആയിരിക്കും ആ ഒരു പോയിന്റിൽ ആക്ട് ചെയ്താൽ, അതാണ് ഏറ്റവും വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ ഇപ്പം ഈ ഒരു ടേം ക്ലിയർ ആണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആൻഡ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ക്ലിയർ? ദെൻ സെക്കൻഡ് കൺസെപ്റ്റ് ഈസ് സ്ട്രെയിൻ. സോ സ്ട്രെയിൻ്റെ റെപ്രസെൻറ്റേഷൻ സ്മോൾ ഇ ആയിട്ട് നമുക്ക് എടുക്കാം. സോ ദിസ് സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്ത് അതിന് ഒരു സ്ട്രെസ്സ് കൊടുക്കുന്നു. ഇതിന് നമ്മൾ പറയുന്നത് ടെൻസൈൽ സ്ട്രെസ് എന്നാണ്. എന്തുകൊണ്ട്? അതിന് ഒരു ഒബ്ജക്റ്റ് കൊടുക്കുമ്പോൾ അതിനെ വലിക്കുന്ന ഫോഴ്സ് ആണെങ്കിൽ ദാറ്റ് സ്ട്രെസ് ഈസ് കോൾഡ് ടെൻസൈൽ സ്ട്രെസ്. ഇപ്പോൾ അത് ചെറുതാക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ കംപ്രസീവ് എന്ന് എടുക്കും. സോ 2 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് ആണ് ടെൻസൈൽ സ്ട്രെസ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ വലിച്ചു കഴിഞ്ഞാൽ ടെൻസൈലും അതിനെ നമ്മൾ അകത്തോട്ട് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയും. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദിസ് മെമ്പർ? ഇതിൻ്റെ ലെങ്ത് ഇലോങ്ങേറ്റ് ആവും, ബാക്കി അതർ ഡയമെൻഷൻസ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. സോ ഇവിടെയും കൂടെ ഒരു സ്മോൾ ചേഞ്ച് ഇൻ ലെങ്ത് DL ഉണ്ടായി. ഇതിൻ്റെ ആക്ച്വൽ ലെങ്ത് L ആയിരുന്നെങ്കിൽ ദാറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്തിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ നമ്മുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും. യൂണിറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ 2 സബ്ജക്റ്റിനും മെക്കാനിക്സ് ഓഫ് സോളിഡ്സിനും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനും യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ്. അപ്പോൾ യൂണിറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സബ്ജക്ട്സ് ഒക്കെ പകുതി കൂടുതൽ ഈസി ആവും. സോ അതുകൊണ്ട് ഏത് ടേം നമ്മൾ പുതിയതായിട്ട് കണ്ടാലും അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് കാര്യമായിട്ട് അറിഞ്ഞിരിക്കുക. സോ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്ററും കൂടെ ക്യാൻസൽ ആയിട്ട് ദർ വിൽ ബി നോ യൂണിറ്റ് ഫോർ ദിസ് ടേം സ്ട്രെയിൻ. സോ ഇതാണ് നമ്മുടെ സ്ട്രെയിനിൻ്റെ ഡെഫിനിഷൻ. സോ ടൈപ്സ് ഓഫ് സ്ട്രെസ്സസിൽ നമ്മൾ അറിയേണ്ട ഏതൊക്കെയായിരുന്നു? ടെൻസൈൽ സ്ട്രെസ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്. വൺ മോർ സ്ട്രെസ് ഈസ് ദാറ്റ് ഈസ് കോൾഡ് ഷിയറിംഗ് സ്ട്രെസ്. അത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണും. അതായത് ഇപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന ഒരു സർഫസിൽ രണ്ട് പ്ലെയിനിലാണ് ഫോഴ്സസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒന്ന് തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഈ 2 ലെയറും ഒരെണ്ണത്തിന് നമ്മൾ ഈ ലെയറിലും കൊടുത്തു, ഒരെണ്ണം ആ ലെയറും കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിലൊരു ഷിയറിംഗ് ആക്ഷൻ നടക്കും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ടോയാണ്, ബാക്കിയെല്ലാം സിഗ്മ തന്നെ.
പക്ഷേ ഇത് പോസിറ്റീവ് ആയിരിക്കും. കംപ്രസീവിനെ നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കാം. സോ ദർ ആർ 3 kinds ഓഫ് സ്ട്രെസ്സസ്: ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ദ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. സോ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദ ടൈപ്സ് ഓഫ് മെറ്റീരിയൽ. നമുക്ക് മെയിനായിട്ട് മെറ്റീരിയൽസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 2 types: ഡക്റ്റൈൽ മെറ്റീരിയൽ ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ. ഇത് നിങ്ങൾ കുഞ്ഞു ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. വാട്ട് ഡു യു മീൻ ബൈ ഡക്റ്റൈൽ മെറ്റീരിയൽ? അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ വളയുന്ന ഒബ്ജക്ട്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്നും, ഇപ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദി ഒബ്ജക്റ്റ്. അതായത് അത് അതുപോലെ നിൽക്കും, ഫോഴ്സ് വിസ്റ്റാൻഡ് ചെയ്യും. ബട്ട് വൺസ് അതിന് താങ്ങാൻ പറ്റാത്ത ഒരു സ്ട്രെസ് വരുന്ന സമയത്ത് ഇറ്റ് ജസ്റ്റ് നിക്സ് ഓഫ്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അങ്ങനെ ഫെയിൽ ആവുന്ന ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ചോക്ക് പോലെ ചില കീസൊക്കെ ഉണ്ടാക്കും. കാര്യം കീ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഏതെങ്കിലും ലോക്ക് ഓപ്പൺ ചെയ്യാൻ യൂസ് ചെയ്യുമ്പോൾ അത് ബെൻഡായി കഴിഞ്ഞാൽ അതിന് പർപ്പസ് ഇല്ല. അപ്പോൾ കമ്പനിക്കാരൊക്കെ എന്ത് ചെയ്യും? വെനെവർ ദേ മേക്ക് കീസ് അവരെന്തായിട്ടുണ്ടാക്കും? ബ്രിട്ടിലായിട്ടുണ്ടാക്കും. സോ ദാറ്റ് അതിന് ഡീഫോർമേഷൻസ് വരാൻ പാടില്ല. ദിസ് ടേം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ചേഞ്ച് ഓഫ് ഷേപ്പിനെയാണ് നമ്മൾ ഡീഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഫോർ എ ബ്രിട്ടിൽ മെറ്റീരിയൽസ് ആ ഡീഫോർമേഷൻ ഭയങ്കര ചെറുതായിരിക്കും. ആൻഡ് ഫോർ ഡക്റ്റൈൽ മെറ്റീരിയൽസ് ഈ കണ്ടിന്യൂസ് ഡീഫോർമേഷൻസ് അതിനുണ്ടാവും. സോ നമ്മളിപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വെച്ച് അനലൈസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെയാണ്. സോ ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ, ഇത് ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഒരു എക്സാമ്പിളാണ് മൈൽഡ് സ്റ്റീൽ. മൈൽഡ് സ്റ്റീൽ ഈസ് എ ഡക്റ്റൈൽ മെറ്റീരിയൽ. സോ അതിൻ്റെ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഡയഗ്രാം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഇൻ ദി y ആക്സിസ് ആൻഡ് സ്ട്രെയിൻ ഇൻ ദി x ആക്സിസ്, നമുക്ക് ഗ്രാഫ് ഇത് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നമ്മുടെ ഒരു UTM മെഷീനിൽ നമ്മൾ ഓരോ വാല്യൂസ് കിട്ടും, അത് പ്ലോട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രാഫാണ്. ആൻഡ് ദിസ് ഈസ് ആൻ എക്സാജറേറ്റഡ് ഗ്രാഫ്. ഇത് വളരെ ക്ലോസ് ടു ആയിട്ടായിരിക്കും വാല്യൂസ് തരുന്നത്. നമ്മളത് സ്റ്റഡി പർപ്പസിന് വേണ്ടി ഇത്തിരി എക്സാജറേറ്റ് ചെയ്ത് ഓരോ പോയിന്റ്സ് വരച്ചിരിക്കുന്നതാണ്. ടെക്സ്റ്റിലും ഇതുപോലെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദി ആക്ച്വൽ ഗ്രാഫ്. അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. So let's see each point in this graph. See, this point is called sigma y, this point is called sigma u, and this point is called sigma f. So ഇനി എന്താണ് ഇതിൽ ഓരോ പോയിന്റ്സും കാണിക്കുന്നതെന്ന് അറിയാം. Sigma y is called the yield stress, sigma u is called the ultimate stress, and sigma f is called the fracture. ക്ലിയർ? അതായത് നൗ സിഗ്മ എഫ് എന്ന് പറയുന്ന ഈ ഒരു ലൈനിൽ നമുക്ക് താഴോട്ട് വരയ്ക്കാം, സിഗ്മ യു എന്നും വരയ്ക്കാം. ദിസ് ലിമിറ്റ് ഈസ് കോൾഡ് എലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ദി പ്ലാസ്റ്റിക് ലിമിറ്റ്. സോ നെക്സ്റ്റ് 2 terms ആർ എലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. സോ എന്താണ് ഈ എലാസ്റ്റിക് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റും? അപ്പം എലാസ്റ്റിക് ലിമിറ്റ് തീരുന്ന പോയിന്റിനെയാണ് നമ്മൾ സിഗ്മ വൈ, അവിടെയുള്ള സ്ട്രെസ്സിനെയാണ് സിഗ്മ വൈ അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ലിമിറ്റ് തീരുന്ന ഈ പോയിന്റിലെ സ്ട്രെസ്സിനെയാണ് നമ്മൾ സിഗ്മ യു അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ സിഗ്മ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഇതിന് നമ്മളൊരു സ്ട്രെസ് കൊടുക്കുന്നു. സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് ഇതിനൊരു ബെൻഡിങ് ഉണ്ടാകുന്നു. ആൻഡ് വൺസ് വി റിമൂവ് ദി ലോഡ്, ഇത് അതിൻ്റെ ആക്ച്വൽ പൊസിഷനിലോട്ട് തിരിച്ചു പോകുന്നു. ദാറ്റ് ഈസ് എലാസ്റ്റിക് പ്രോപ്പർട്ടി. അതായത് ഇപ്പം നമ്മൾ എന്തൊക്കെ ഫോഴ്സ് കൊടുത്ത് അതിനെ ഡീഫോം ചെയ്താലും വൺസ് ലോഡ് മാറ്റുന്ന സമയത്ത് അതിന് അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലോട്ട് പോകാൻ അല്ലെങ്കിൽ ഇനീഷ്യൽ ഷേപ്പിലോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലാസ്റ്റിക് ലിമിറ്റ്. സോ വിത്തിൻ ദി എലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ ആ ഒബ്ജക്റ്റിന് എന്ത് സ്ട്രെസ് കൊടുത്ത് ഡിഫോമേഷൻ വരുത്തിയാലും വൺസ് വി റിമൂവ് ദി ലോഡ് ഇറ്റ് ഗോസ് ബാക്ക് ടു ഇറ്റ്സ് ആക്ച്വൽ പൊസിഷൻ അല്ലെങ്കിൽ ആക്ച്വൽ കണ്ടീഷൻ. സോ അതാണ് നമ്മുടെ ഈ ഒരു ഈൽഡ് ലിമിറ്റ് അല്ലെങ്കിൽ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഫോർ എ C40 മെറ്റീരിയൽ കാർബൺ 40 എന്ന് പറയുന്നതിൻ്റെ സിഗ്മ വൈ വാല്യൂ 324 ആണ്. ആൻഡ് സിഗ്മ യു വാല്യൂ ഇസ് നിയർലി 600 Nm². അപ്പോൾ നമ്മൾ ഈ പറയുന്ന 324 എന്ന് പറയുന്നത് ഈ പോയിൻറ്റിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമ്മളൊരു മെറ്റീരിയലിനെ സ്ട്രെസ് കൊടുത്ത് ഗ്രേറ്റർ ദാൻ 324 അതിന് സ്ട്രെസ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഇത് നമ്മൾ ബെൻഡിങ് കൊടുത്ത് ഒരു C ഷേപ്പ് പോലെ ആക്കിയിട്ട് ഇപ്പോൾ ഒരു നമ്മളൊരു 500 Nm² കൊടുത്ത് ഗ്രാഫ് ഇതുവരെ എത്തുവാണെങ്കിൽ നമ്മൾ ഇതിന് ആ ലോഡ് റിമൂവ് ചെയ്താലും അത് വളഞ്ഞു കഴിഞ്ഞാൽ C പോലെ ആയിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരിക്കുകയുള്ളൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മുടെ എലാസ്റ്റിക് ലിമിറ്റിൽ നിന്ന് അത് എന്ത് ലിമിറ്റിലോട്ട് മാറി? പ്ലാസ്റ്റിക് ലിമിറ്റിലോട്ട് പോയി.
അങ്ങനെ പ്ലാസ്റ്റിക് ലിമിറ്റിലോട്ട് പോയി നമുക്ക് ഏതുവരെ സേഫായിട്ട് അവിടെ വളച്ച് കൊണ്ടുവരാൻ അതിൻ്റെ ചേഞ്ച് ഓഫ് ഷേപ്പ് വരുത്താൻ പറ്റും? അപ് ടു സിഗ്മ യു വരെ നമുക്ക് ചേഞ്ച് ഓഫ് ഷേപ്പ് വരുത്താൻ പറ്റും. ദാറ്റ് ഈസ് അവർ അൾട്ടിമേറ്റ് സ്ട്രെസ്. അപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ് നമ്മൾ 600 വരെയും നമ്മൾ അതിനെ സ്ട്രെസ് കൊടുത്ത് നമ്മൾ ചേഞ്ച് ഓഫ് ഷേപ്പ് വരുത്തി കഴിഞ്ഞ് പിന്നെ ഒരു 620 അല്ലെങ്കിൽ 625 വീണ്ടും സ്ട്രെസ് വാല്യൂ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഫ്രം ഹിയർ ക്രാക്ക് പ്രൊപ്പഗേഷൻ വിൽ സ്റ്റാർട്ട്. വാട്ട് ഈസ് ദിസ് ക്രാക്ക് പ്രൊപ്പഗേഷൻ? അതായത് ഇപ്പോൾ ഈ മെറ്റീരിയലിന് അതിന് താങ്ങാൻ പറ്റുന്ന ലോഡാണ് സിഗ്മ യു. അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്മോൾ ക്രാക്സ് വിൽ പ്രൊപ്പഗേറ്റ് ആൻഡ് ഇവഞ്ച്വലി അത് ബിഗായി ഈ എൻറ്റയർ മെറ്റീരിയൽ ഫെയിലായി പോകും. സോ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സിഗ്മ വൈക്കകത്ത് നിർത്തുക. ഇപ്പോൾ നമ്മൾ KSRTC ബസ് തന്നെ കണ്ടിട്ടുണ്ടാവും. നമുക്ക് മനസ്സിലാവും ചില സമയത്ത് അതിൻ്റെ ബസ്സിൻ്റെ മാക്സിമം നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് ചിലപ്പോൾ 40 ആയിരിക്കും. 40 ആയിട്ട് കയറി കഴിഞ്ഞാൽ ബസ് സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ട്. ചില സമയത്ത് എന്ത് സംഭവിക്കും? 40 പേരിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ഒരു 100 പേര് കയറി ബസ്സിനകത്തിരിക്കുന്നു. സോ 100 പേരിരിക്കുന്ന സമയത്ത് ഈ ബസ്സിന് ഒരു ഡീഫോർമേഷൻ ഉണ്ടാകും. ചിലപ്പം ചരിഞ്ഞിരിക്കും, ഇല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടിരിക്കും, എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡീഫോർമേഷൻസ് ഇതിനുണ്ടാവും. ഈ 100 പേര് കയറുമ്പോൾ കാര്യം ആ ബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് 40 പേർക്ക് വേണ്ടിയിട്ടാണെങ്കിലും 100 പേര് കയറുമ്പോൾ ആ ബസ്സിൻ്റെ ഡൈനാമിക്സിന് ചേഞ്ച് വരുന്നു. ബട്ട് ഈ 100 പേര് ഇറങ്ങിക്കഴിഞ്ഞാലും ബസ് ആ പൊസിഷനിൽ തന്നെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ബസ് അതിൻ്റെ ആക്ച്വൽ പൊസിഷനിലോട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു. സോ നമ്മൾ ഡിസൈനേഴ്സ് ഇത് മുൻകൂട്ടി കാണും. നമ്മൾ 40 പേര് കയറാൻ പറഞ്ഞാലും 100 പേര് കയറുമെന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് അവരെന്താ ചെയ്യുന്നത്? ഒരു 100 പേര് കയറിയാലും ഈൽഡ് ലിമിറ്റിനകത്ത് നിർത്താൻ നോക്കും. ഇല്ല, അത് കൂടിക്കഴിഞ്ഞാൽ ആ ബസ് നമ്മൾ എന്ത് സംഭവിക്കും? ഈ 100 പേര് ഇറങ്ങി വെളിയിൽ നിന്നാലും ബസ് അതിൻ്റെ പൊസിഷൻ പെർമനൻ്റ്ലി ചേഞ്ച്ഡ് ആയി പോകും. സോ എപ്പോഴും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്ട്സും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ സിഗ്മ വൈക്കകത്ത് നിർത്താൻ നോക്കുക. ആൻഡ് ഇഫ് ഇൻ ഇൻഡസ്ട്രി ഇപ്പോൾ നമുക്കൊരു സിലിണ്ടർ ഉണ്ടാക്കണം. ഇപ്പോൾ നമുക്ക് തന്നെ ഇമാജിൻ ചെയ്താൽ അറിയാം, ഒരു ഹോളോ ട്യൂബ് അല്ലെങ്കിൽ സിലിണ്ടർ ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു ചെറിയ സർക്കുലർ റിങ് എടുത്തിട്ട് അതിനെ വലിക്കുക. അതിനിങ്ങനെ എക്സ്ട്രൂഡ് ചെയ്തായിരിക്കും നമ്മൾ അതിനെ ഒരു ഹോളോ സിലിണ്ടർ ആയിട്ടും മാറ്റി ചെയ്യുന്നത്. അപ്പം ഇതിന് നമ്മൾ ഈ റിങ്ങിനെ വലിച്ചുകൊണ്ടിരിക്കുന്നത് ഈൽഡ് ലിമിറ്റിന് താഴെയുള്ള ലോഡിലാണെങ്കിൽ അത് സ്ട്രെച്ച്ഡ് ആയിട്ട് വരും. പക്ഷേ അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആവുമോ? നമ്മൾ ലോഡ് തിരിച്ച് റിലീസ് ചെയ്യുമ്പോൾ അത് വീണ്ടും ചെറിയൊരു റിങ് ആയിട്ട് മാറിപ്പോവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ കൊടുക്കുന്ന ലോഡ് ഏതിനെക്കാട്ടി ഹയർ ആയിരിക്കണം? സിഗ്മ വൈയെക്കാട്ടി ഹയർ ആയിരിക്കണം. സോ ദാറ്റ് അത് നമ്മൾ മാക്സിമം വലിക്കും തോറും അതിൻ്റെ ഡീഫോർമേഷൻ വരണം. ആ ഡീഫോർമേഷൻസ് അവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ചില ഗേറ്റിനൊക്കെ നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, എപ്പോഴായിരിക്കും നമുക്ക് മാക്സിമം പ്രൊഡക്ഷൻ എഫിഷ്യൻസി കിട്ടുന്നത്? അണ്ടിൽ നമ്മൾ ഈ വലിക്കുന്നത് സിഗ്മ യു വരെ വലിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ മാക്സിമം പ്രൊഡക്ഷൻ എഫിഷ്യൻസി കിട്ടും. അതിൻ്റെ മാക്സിമം ലെങ്ത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം സിഗ്മ യു ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അപ്പോൾ ആ പോയിൻ്റ് വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടും. പക്ഷേ അവിടെ ഒരു റിസ്ക്കും ഉണ്ട്. ഇഫ് ആ ഫോഴ്സ് കൂടി സിഗ്മ യു കഴിഞ്ഞാൽ അവിടെ ക്രാക്ക് പ്രൊപ്പഗേഷൻ വിൽ സ്റ്റാർട്ട് ആൻഡ് ഇവഞ്ച്വലി ദ മെറ്റീരിയൽ വിൽ ഫെയിൽ. സോ ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് ലിമിറ്റിൻ്റെ പ്രത്യേകത. സോ ഇൻഡസ്ട്രിയിലെല്ലാം അവർ ഒരു ഒബ്ജക്റ്റിന് ചേഞ്ച് ഓഫ് ഷേപ്പ് വരുത്തണമെങ്കിൽ ദേ വിൽ വർക്ക് ബിറ്റ്വീൻ ദിസ് എലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് പ്ലാസ്റ്റിക് ലിമിറ്റ്. ഈ ഒരു ലിമിറ്റിലായിരിക്കും നമ്മൾ അതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ചേഞ്ച് ഓഫ് ഷേപ്പ് പെർമനൻ്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഡെയിലി ലൈഫിൽ വി മസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് വർക്കിംഗ് അണ്ടർ ദി എലാസ്റ്റിക് ലിമിറ്റ്. ആൻഡ് ഇത് ഇത്രയാണ് നമ്മുടെ ഒരു സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രത്തിൻ്റെ ഡീറ്റെയിൽസ്. സോ ഈ പോയിൻറ്റ്സ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മാർക്ക് ചെയ്യുക, ഇതെല്ലാം എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. നെക്സ്റ്റ് ഒരു ടേം വന്നതാണ് നിങ്ങളുടെ ഹൂക്സ് ലോ ആൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ അടുത്ത് നമുക്കിനി ഹൂക്സ് ലോ നോക്കാം. ഹൂക്സ് ലോ ഈസ് വെരി സിമ്പിൾ. നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നമ്മൾ ഈ ഒരു പോർഷൻ ഇപ്പുറത്തോട്ട് പഠിക്കുന്നില്ല. അവർ എൻറ്റയർ സ്റ്റഡി ഈസ് ഇൻ ദിസ് റീജിയൻ. അതായത് വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഇഫ് യു ഒബ്സർവ് ദിസ് ഗ്രാഫ് until this sigma y value, if you observe, we can see that sigma is directly proportional to E. അല്ലേ? ഇത് ഇത്രയും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവാൻ കാരണം സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ് വിത്തിൻ ദി എലാസ്റ്റിക് ലിമിറ്റ്. സോ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും, എക്സ്പ്ലെയിൻ ദി ഹൂക്സ് ലോ. സോ ഹൂക്സ് ലോ എന്ന് പറയുന്നത് പല സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നേ നമ്മൾ എഴുതത്തുള്ളൂ. ബട്ട് അത് തെറ്റാണ്. ഈ പോയിന്റ് കഴിഞ്ഞാൽ സ്ട്രെസ് ഈസ് നെവർ പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ.
പക്ഷേ only within this elastic limit stress is always proportional to strain, and this law is called the Hooke's law. Clear? So definition ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിഞ്ഞിരിക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ലോ. നമ്മൾ കുറച്ച് ടോപ്പിക്സ് കഴിഞ്ഞതിന് ശേഷം ഇനി വീണ്ടും ഇതിലോട്ട് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് നമുക്കൊന്ന് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണെന്ന് നോക്കാം. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ തൊട്ട് മുന്നേ KSRTC ബസ്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ അതേ ആപ്ലിക്കേഷനാണ് നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇപ്പോൾ 40 പേർക്ക് ഡിസൈൻ ചെയ്യാൻ ഒരു ബസ് കൊടുത്ത് നമ്മൾ ഈ ഒരു പോയിന്റ് സിഗ്മ വൈ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഏരിയ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ 41ാമത്തെ ഒരാൾ കയറി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? അത് പ്ലാസ്റ്റിക് ലിമിറ്റിലോട്ട് പോകുന്നു. അവിടെ വരുന്ന ഡീഫോർമേഷൻസ് പെർമനൻ്റ് ആയി പോകുന്നു. സോ വെൻ എവർ വി ഡിസൈൻ എനി ഓബ്ജക്റ്റ് we have to give this divided by n. So sigma d is equal to sigma y divided by n. അതിനെ നമ്മൾ ഡിസൈൻ സ്ട്രെസ് ആയിട്ട് എടുത്ത് ഡിസൈൻ ചെയ്യാവൂ. ആൻഡ് ദിസ് n ഈസ് കോൾഡ് ദി ഫാക്ടർ ഓഫ് സേഫ്റ്റി. അതായത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ വി വിൽ നെവർ ടേക്ക് ദി ലിമിറ്റ് ആസ് സിഗ്മ വൈ. സിഗ്മ വൈനെ നമ്മൾ ഡിസൈൻ സ്ട്രെസ് ആയിട്ട് എടുക്കില്ല. ഡിസൈൻ സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും സിഗ്മ വൈ ഈൽഡ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ദാറ്റ് n. ആ എന്നിൻ്റെ വാല്യൂ നമുക്ക് 2, 3 എക്സെട്ര നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സേഫ്റ്റി റെസ്ട്രിക്ഷൻ അനുസരിച്ച് നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മുടെ സ്യൂട്ടബിലിറ്റിക്ക് അനുസരിച്ച് സെലക്ട് ചെയ്യാം. സോ അതാണ് ആ ടേം ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. തിയറി ആയിട്ട് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. ആൻഡ് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. നൗ കമ്മിങ് ബാക്ക് ടു ദിസ് ഹൂക്സ് ലോ, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓർ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, E. So E into strain. What is this E? This E is called modulus of elasticity. Very important term. This term, modulus of elasticity എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം. ഇതിന് യൂണിറ്റ് ഒന്നുമില്ല. സോ ഇതിനും സ്ട്രെസ്സിൻ്റെ അതേ യൂണിറ്റ് തന്നെ ന്യൂട്ടൺ പെർ mm² ഓർ ന്യൂട്ടൺ പെർ മീറ്റർ². ഏതാണോ നമ്മൾ സ്ട്രെസ് എടുക്കുന്നത് സെയിം യൂണിറ്റ് തന്നെ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എടുത്തേക്കുക. സോ ഇതൊരു കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. അത് മാറ്റാനായിട്ട് വന്നതാണ് ഈ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ടേം. ഇത് ഓരോ മെറ്റീരിയൽസിനും ഫിക്സഡ് വാല്യൂ ആണ്. ഇപ്പോൾ നമ്മൾ സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ 2 × 10⁵ MPa ഓർ ന്യൂട്ടൺ പെർ mm². 1 MPa എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ mm² ആണ്. ഇത് പ്രോബ്ലത്തിലെല്ലാം നിങ്ങൾക്ക് ന്യൂട്ടൺ പെർ mm² വാല്യൂ തരത്തില്ല. ഓൾവേസ് വാല്യൂ തരുന്ന മെഗാപാസ്കലിലായിരിക്കും. അത് ഞാൻ പ്രോബ്ലം പറയുമ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എങ്ങനെ 1 MPa ഈസ് ഈക്വലൻ്റ് ടു 1 ന്യൂട്ടൺ പെർ mm². ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ട്വിസ്റ്റ് തരുന്നത്. ആൻഡ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പ്രോബ്ലംസ് എല്ലാം മോസ്റ്റ്ലി എൻ്റെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് മീറ്ററിൽ ആൻസർ എഴുതരുത്, മില്ലിമീറ്ററിലായിരിക്കും. ബിക്കോസ് ഈ നമ്മൾ വലിക്കുന്നതോ അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കുന്നതൊക്കെ കാരണം അതിനുണ്ടാകുന്ന ഡീഫോർമേഷൻസ് വെരി ലെവലിലായിരിക്കും, മില്ലിമീറ്റേഴ്സ് ലെവലിലേ കാണുകയുള്ളൂ. സോ ഓൾവേസ് ആൻസേഴ്സ് ഒക്കെ നമ്മൾ എഴുതുന്നത് ഏതിലായിരിക്കും? മില്ലിമീറ്റേഴ്സിലായിരിക്കും. സോ നെക്സ്റ്റ് നമ്മുടെ പ്രോബ്ലം ടോപ്പിക്സിലോട്ട് നമുക്ക് പോവാം. ഇനി നമ്മുടെ പ്രോബ്ലം ടോപ്പിക്കിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മുടെ ഒരു ടെക്സ്റ്റ് കൂടെ യൂസ് ചെയ്ത് വേണം നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട്. നമുക്ക് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടെക്സ്റ്റാണ് ബെൻസാൽ എന്ന് പറയുന്നത്. ബെൻസാലിൻ്റെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ ടെക്സ്റ്റ് കിട്ടും. നിങ്ങളുടെ എൻറ്റയർ സിലബസ് അതിനകത്ത് ഫുൾ അതുപോലെ ഉണ്ട്. സോ അതിൽ ഓരോ ടോപ്പിക്കിൻ്റെയും പ്രോബ്ലംസ് അതിൽ നിന്നും കൂടെ നിങ്ങൾക്ക് സൊല്യൂഷൻ നോക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ഡ്രൈവിൽ നിങ്ങളുടെ വർക്ക് ബുക്കിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗസറിൽ വെച്ച് അത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഓരോ ടോപ്പിക്കിലും ചെയ്യേണ്ട പ്രോബ്ലംസ് മാത്രം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബെൻസാലിൻ ഈ പ്രോബ്ലംസ് മാത്രം നോക്കിയാൽ മതി. ആ ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം സൊല്യൂഷനും ഉണ്ടാവും ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് വീഡിയോ കാണുമ്പം എല്ലാ തിങ്സും അതുപോലെ നോട്ട് ചെയ്ത് പോവുക. ദെൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ അത് ആ വർക്ക് ബുക്ക് നോക്കി സോൾവ് ചെയ്യാൻ പറ്റും. പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ എനിക്കറിയാൻ പറ്റും. പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ബോർഡിൽ തന്നെ ഫുൾ സോൾവ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഈ രണ്ട് രീതിയിലും കൂടെ സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മോസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് വേരിയിങ് സെക്ഷൻസ്. അതായത് അതിനെ ആക്സിയലി ലോഡഡ് ബാർസ് എന്നും പറയും. സോ ആക്സിയലായിട്ടാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. ഒരു സിംഗിൾ ബാറിന് പകരം ഈ ബാറിൻ്റെ ഏരിയ കൺസിസ്റ്റൻ്റ്ലി വേരിയിങ് ആയിട്ടിരിക്കും. അതിൽ നമ്മൾ ആക്സിയലായിട്ട് ലോഡ് കൊടുക്കും. സോ ഇപ്പോൾ നമ്മൾ നോക്കിയത് ജസ്റ്റ് ഒരു ഇക്വേഷനാണ്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ, വേർ ദിസ് ക്യാപിറ്റൽ ഇ ഈസ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി ആൻഡ് ദിസ് ഈസ് സ്ട്രെയിൻ. ഇനി നമുക്ക് ഒരു നോർമൽ ഒരു വെറുതെ ഒരു ബാർ എടുത്തു കഴിഞ്ഞാൽ
ഈ ബാറിൻ്റെ നമ്മൾ ഈ രണ്ട് ഫേസിലാണ് ലോഡ് പി കൊടുക്കുന്നത്. ഇതിൻ്റെ ഇവിടുത്തെ ഏരിയ എ ആണെങ്കിൽ നമ്മൾ നോർമൽ ഏരിയ ആണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ ഈ ഏരിയ ആണ് ഇമ്പോർട്ടൻറ്റ്. സോ നോർമൽ ഏരിയ നമ്മൾ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സിഗ്മയ്ക്ക് പകരം നമുക്ക് പി ബൈ എ ഇവിടുത്തെ ഏരിയ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ദിസ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അവർ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത് ഇത്രയും ഒരു ഫോഴ്സ് പി ഇതിൽ കൊടുക്കുന്ന സമയത്ത് അതിന് എത്ര എലോങ്ങേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ചേഞ്ച് ഇൻ ലെങ്ത് എത്ര എന്നായിരിക്കും. സോ ദ ചേഞ്ച് ഇൻ ലെങ്ത് ഡി എൽ വിൽ ബി പി എൽ ബൈ എ ഇ. സോ ഒരു യൂണിഫോം ബാർ ആയിരുന്നെങ്കിൽ ഇതുപോലെ ഒരു യൂണിഫോം ബാർ ആണെങ്കിൽ അതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പി എൽ ബൈ എ ഇ. ഇപ്പോൾ ഈ ഒരു ബാറും ഈ ബാറും കൂടെ ഉള്ള വ്യത്യാസം എന്താണ്? ഇതിൻ്റെ ഏരിയ വേരിയിങ് ആണ് when compared to this uniform bar. So ഇതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? സോ ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദിസ് എൻറ്റയർ ബാർ വിൽ ബി, നമുക്കിതിനെ 3 സെക്ഷൻസ് ആയിട്ട് എടുക്കാം. സോ ഫസ്റ്റ് സെക്ഷൻ ഇത്രയും ഏരിയ, അതിൻ്റെ ഡയമീറ്റർ മാറുന്നില്ല. സോ ഇതൊരു സിലിണ്ടറിക്കൽ ഷാഫ്റ്റാണ്. നമ്മൾ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്ഡ് ഷാഫ്റ്റ് പോലെ ഇരിക്കുന്നതാണ്. സർക്കുലറാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ. സോ DL1 പ്ലസ് DL2 പ്ലസ് DL3 എന്ന് എഴുതാം. 3 സെക്ഷനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് DL1, DL2, DL3 കണ്ടുപിടിക്കുക. വാട്ട് വിൽ ബി DL1? P1 L1 ബൈ A1 E1. അതിൽ P എല്ലാ സെക്ഷൻസിനും സെയിം ആയിരിക്കും, ഇയും സെയിം ആയിരിക്കും. ബിക്കോസ് ഇ എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഇയും സെയിം ആയിരിക്കും. ഒൺലി തിങ്സ് വേരിയിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയമീറ്റർ D1ഉം L1 ആണ് ഇതിൻ്റെ ലെങ്ത്. ഇതെന്ത് വരും? D2ഉം ഇതിൻ്റെ ലെങ്ത് L2 വരും. സോ വാട്ട് വിൽ ബി DL2? P2 L2 ബൈ A2 E2. ആൻഡ് വാട്ട് ഈസ് DL3? P3 L3 ബൈ A3 E3. അപ്പോൾ ഇതിലിനി നമ്മൾ നെറ്റ് ചേഞ്ച് ലെങ്ത് DL നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കോമൺ ഞാൻ പറഞ്ഞു പിയും ഇയും സെയിം ആണ്. സോ പി ബൈ ഇ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി L1 ബൈ A1 പ്ലസ് L2 ബൈ A2 പ്ലസ് L3 ബൈ A3 ആണ് നമ്മുടെ നെറ്റ് ഇക്വേഷൻ. സോ ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദി ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദിസ് ബാർ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ്റെ കൺസെപ്റ്റ്. ഇനി ഇതിനെ ബേസ് ചെയ്ത് ഒരു ഫ്യൂ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. നമ്മുടെ വർക്ക് ബുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് 2 പ്രോബ്ലം, ആദ്യത്തെ പ്രോബ്ലം ഇതുപോലെ നമുക്ക് സെയിം ആയിട്ടുള്ള ഒരു ബാർ തന്നിട്ടുണ്ട്. അതിനകത്ത് ഈ ലോഡും തന്നിട്ടുണ്ട്, ഓരോ ലെങ്തും ഡയമീറ്റേഴ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ നിങ്ങളുടെ ബെഞ്ച് ചാനൽ ടെക്സ്റ്റിലുണ്ട്. സെയിം പ്രോബ്ലം ആണ്. അപ്പോൾ അത് ഈസിയാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, ചെയ്തു നോക്കുക. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മേളിൽ നിന്നാണ് ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് തന്നിട്ടുണ്ട്. DL ഈസ് ഗിവൺ 0.25 ആയിട്ട് തന്നിട്ടുണ്ട്. അൺനോൺ എന്ന് പറയുന്നത് നമ്മുടെ P ആണ്. അവിടെ 2 സെക്ഷൻസേ ഉള്ളൂ, L3 ബൈ A3 വരില്ല. സോ ഈ P നമുക്ക് കണ്ടുപിടിക്കണം. DL അറിയാം, E അറിയാം, L1 L2 A1 A2 അറിയായിരിക്കും. സോ അതും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനും ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതെങ്ങനെ അനലൈസ് ചെയ്യുന്നത് നോക്കാം. സോ സി ദി തേർഡ് പ്രോബ്ലം ഇൻ അവർ വർക്ക് ബുക്ക്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഈ ഒരു സെക്ഷനിൽ ഒരു 160 kN പുള്ള് 2 സൈഡിൽ നിന്നും കൊടുക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ഈ വലിയ സെക്ഷൻസിൻ്റെ ഡയമീറ്റർ 6 cm ഡയമീറ്റർ ആണ്. ഈ 2 സെക്ഷൻസിനും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു സെക്ഷൻ ഉണ്ട്. ഈ സെക്ഷൻ്റെ ഡയമീറ്റർ എത്രയാണ്, ഗിവൺ ദി സ്ട്രെസ് ഇൻ ദിസ് സെക്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചൂടെ. ഇക്വേഷൻ ഈ സിഗ്മ ഈസ് ഈക്വൽ ടു സിഗ്മ 2 അവിടുത്തെ ഫോഴ്സ് ബൈ ഏരിയ. സോ സിഗ്മ 2 ഈസ് ഫോഴ്സ് നമുക്ക് 160 × 10⁻³ divided by pi/4 × d2 square. Since stress is given as 150 Nm/mm², നമുക്കിത് ന്യൂട്ടണിലോട്ടാക്കാനാണ് കിലോ ന്യൂട്ടണിനെ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ വിൽ ഗെറ്റ് D2 in millimeters 36.85 mm എന്ന് കിട്ടും. സോ നമുക്ക് ഈ സെൻറ്റർ പോർഷൻ്റെ ഡയമീറ്റർ കിട്ടി. ഇനി അതേപോലെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഈ സെൻറ്റർ പോർഷൻ്റെ ലെങ്ത് എത്രയാണ്, ഗിവൺ ദാറ്റ് നെറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് DL എത്രയാണ്, 0.2 ആണ്. അതായത് ഈ 160 വെച്ച് നമ്മൾ ഈ എൻറ്റയർ സെക്ഷനെ പുള്ളി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ചേഞ്ച് ഇൻ ലെങ്ത് 0.2 mm ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ ലെങ്ത് കണ്ടുപിടിക്കാം ശ്രദ്ധിക്കുക. DL ഈസ് ഈക്വൽ ടു DL1 പ്ലസ് DL2.
ഇപ്പോൾ നമുക്ക് ഈ രണ്ട് സെക്ഷൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ലെങ്ത് ചോദിച്ചിട്ടില്ല. ഈ എൻറ്റയർ സെക്ഷൻ്റെ ലെങ്ത് 40 ആണെങ്കിൽ ഇതിനെ രണ്ടിനെയും നമുക്ക് ഒരു സെക്ഷനായിട്ട് എടുത്തുകൂടെ? അതായത് ഇമാജിൻ ചെയ്യുക, ഇങ്ങനെയാണ് നമ്മുടെ ബീം ഇരിക്കുന്നത്. ഈ രണ്ട് സെക്ഷനും ഒരുമിച്ചാണ് ആൻഡ് രണ്ടാമത്തെ സെക്ഷൻ ഈ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് എൻറ്റയർ ഫസ്റ്റ് സെക്ഷൻ ആൻഡ് ദിസ് ഈസ് സെക്കൻഡ് സെക്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ P1 L1 ബൈ A1 E1 പ്ലസ് P2 L2 ബൈ A2 E2. ഇതിൽ P കോൺസ്റ്റൻ്റ് ആണ്, ഇയും സെയിം ആണ്. P ബൈ E ഇൻറ്റു L1 ബൈ A1 പ്ലസ് L2 ബൈ A2. ഇതിൽ പിയും ഇയും നമുക്കറിയാം. L1 എന്ന് പറയുന്നത് ഈ രണ്ട് സെക്ഷൻ്റെയും കൂടെ ലെങ്താണ്. അപ്പോൾ അതിന് നമുക്ക് 40 മൈനസ് L2 എന്ന് എടുക്കാം. L1 ഈസ് ഈക്വൽ ടു 40 മൈനസ് L2. അപ്പോൾ L1 40 മൈനസ് L2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് L2 തന്നെയാണ്. A1 എന്ന് പറയുന്നത് π/4 ഇൻറ്റു ഇതിൻ്റെ സെൻറ്റിമീറ്റർ 60 മില്ലിമീറ്റർ ആയിട്ട് എടുക്കുക. സോ A1 നമുക്ക് കിട്ടും. A2 കണ്ടുപിടിക്കാൻ നമുക്ക് ഡയമീറ്റർ D2 അറിയാം, π/4 ഇൻറ്റു D2 സ്ക്വയർ. അപ്പം A1ഉം A2ഉം വൺസ് കിട്ടിക്കഴിഞ്ഞാൽ ദ ഓൺലി അൺനോൺ ഈസ് DL നമുക്ക് 0.2 എന്ന് അറിയാം, ഈസ് L2. സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് L2 ഇൻ മില്ലിമീറ്റർ. L2 നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ L2 207.14 മില്ലിമീറ്റേഴ്സ് എന്ന് കിട്ടും. ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് നോർമലി നമ്മൾ നോക്കിയ ആ ഒരു ഇതിൽ നിന്ന് ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ നമുക്ക് 3 ലെങ്ത് ആയിട്ട് എടുക്കാൻ തോന്നും. ബട്ട് ക്വസ്റ്റ്യനിൽ ഇവിടെ സിൻസ് സെൻറ്റർ ലെങ്ത് മാത്രം ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിത് സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ ആലോചിച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും.